ഭാസ്കരേട്ടൻ ചെയ്യുന്ന ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റൂല. കൃത്യമായ ഒരു മാസം എത്രത്തോളം സാധനങ്ങൾ വേണം, ഇലക്ട്രിസിറ്റി ബിൽ എത്രയാണ്, വാട്ടർ ഇതിന്റെ എത്രയാണ്, ഈ ചെലവുകളെല്ലാം അതിന്റെ എല്ലാം ബഡ്ജറ്റ് ഭാസ്കരേട്ടൻ്റെ കയ്യിലാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ കിട്ടുന്നത് മാഷിൻ്റെ അടുത്ത് കൊടുക്കുക, എന്നിട്ട് അതുകൊണ്ട് മാഷ് ഉണ്ടാക്കുന്ന ബഡ്ജറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള ശീലം. അവർ പഠിക്കുമ്പോഴായാലും ജോലി ചെയ്യുമ്പോഴായാലും വിവാഹിതരായതിനു ശേഷമൊക്കെ ഒരു ദിവസം പോലും ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും വിളിക്കാതിരുന്നിട്ടില്ല. അതെല്ലാ ദിവസവും രാത്രി ഈ വിളിച്ചിട്ടേ ഞങ്ങൾ കിടന്നുറങ്ങും. ഇന്നലെയല്ലേ വിളിച്ചതെന്ന് കരുതാറില്ല. ഇന്നിപ്പം രാവിലെ ഞങ്ങൾ കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉള്ളവരാണ്. അപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് ഒരു 5-10 ആളുകൾ വാഴയ്ക്കും ഇതിനും ഒക്കെ പണിക്ക് പറമ്പത്തുണ്ട്, വയലിലും ഉണ്ട്. അപ്പോ രാവിലെ പറയും ഇന്ന് ഇത്ര പണിക്കാരുണ്ട്, എനിക്കതിനെ പറ്റി എന്തൊക്കെ അറിയോ ചോദിക്കും. ഞാൻ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോ അവർക്ക് കൂലി കൊടുക്കണം. ഇതൊന്നും അതും കൂടി ഞാൻ ചിന്തിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഇത്ര സുഗമമാവില്ല. അതുകൊണ്ട് തന്നെ 2 മക്കളും ഇപ്പോഴും പാർട്ടിയാണ്. അതിൽ ചെറിയവൻ ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ പാർട്ടി ബ്രാഞ്ചിൽ അംഗമാണ്. അത് ഒരു ലീഡർഷിപ്പിലേക്ക് ഇങ്ങനെ വരണം, അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് വരണ്ട. ഈ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ, അതാണ് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. അതെന്താണെന്ന് ചോദിക്കാനും അതിൽ സന്തോഷിക്കാനും അതിലവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കഴിയണം. അമ്മയാവുമ്പോൾ അതിനൊക്കെ കഴിയണം. പക്ഷേ അതെനിക്ക് പലപ്പോഴും കഴിയാത്തപ്പോൾ അതിന്റെ വിമിഷ്ടം എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കും. നഷ്ടം എനിക്കാണ് കൂടുതൽ വന്നത്. എനിക്ക് ഈ മക്കള് ഇങ്ങനെ വളർന്നു വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ വേണ്ടത്ര അവരുടെ കൂടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതമായിട്ട് ഒരു തരത്തിലും അവരുടെ കരിയറിനെ ബന്ധപ്പെടുത്താൻ അന്നും തയ്യാറായിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ 2 ആൺമക്കൾ മാത്രമല്ല 2 പെൺമക്കളും ഉണ്ട്. ആ പെൺമക്കളുടെയും ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കും. മൂത്തമകന്റെ ഭാര്യയും രണ്ടാമത്തവന്റെ ഭാര്യയും കുഞ്ഞുമക്കളും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അകലെയാണെന്ന് തോന്നാറില്ല. എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരു തൃപ്തിയാവില്ല മനസ്സിന്. അത്ര ക്ഷീണമായാലും ക്ഷീണം പോകാനുള്ള ഒരു വിദ്യയാണത്. ഇന്ന് കേരള സ്റ്റോറീസിനൊപ്പമുള്ളത് ഒരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരിയായ, കോവിഡും നിപ്പയും സംഹാരതാണ്ഡവമാടിയ കാലത്ത് കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ സ്വന്തം ശൈലജ ടീച്ചറാണ്. ടീച്ചറെ, കേരള സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. ടീച്ചറെ, മകൻ ശോഭിത്തെ ഒരു കുറിപ്പില് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ 5ൽ പഠിക്കുമ്പോഴാണ് അമ്മ MLA ആയിട്ട് മാറുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഞങ്ങളെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല, അതിനൊരു വിഷമം അമ്മയ്ക്കുണ്ടായിരുന്നു. അതിൽ പിന്നെ അമ്മ ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചറുടെ ഒരു കുടുംബിനി അല്ലെ ഒരു അമ്മ എന്നുള്ള പരിവേഷം ആളുകൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല. എങ്ങനെയായിരുന്നു ടീച്ചറുടെ ഒരു ആ സമയത്തെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മള് ഏതെങ്കിലും ഒരു കാര്യം ലേശം സാക്രിഫൈസ് ചെയ്താലേ മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ എന്നുള്ള നിലയിൽ ആ പ്രായത്തിലുള്ള കുട്ടികളോട് ഒരു അമ്മക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ മോൻ പറഞ്ഞത് ശരിയാണ്. അവൻ ഹൈസ്കൂളിലേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ അതേവരെ ഞാൻ ഉണ്ടായിരുന്ന ഹൈസ്കൂളിലാണ് അവർ പോകുന്നത്, എൻ്റെ മക്കള്. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഹൈസ്കൂളിൽ ഞാൻ MLA ആയിട്ട് പോയ സമയമായിരുന്നു. 96 നമ്മൾ ആ ഫസ്റ്റ് MLA ആയിട്ട് പോകുന്ന സമയത്താണ്. പിന്നെ ഫസ്റ്റല്ല, 2ാമത്തെ തവണ ഞാൻ MLA ആയിട്ട് 2004 ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അത് കഴിഞ്ഞ് 2006 ഞാൻ MLA ആയിട്ട് പോകുമ്പോഴാണ് എൻ്റെ മക്കള് അവിടെ വരുന്നത്, പിന്നെ ഹൈസ്കൂളിലേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാൻ വീട്ടിലും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാവർക്കും ഊഹിക്കാൻ കഴിയല്ലോ, ഒരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഉള്ള മക്കളുടെ ആ പ്രായത്തിൽ അമ്മയെ മിസ് ചെയ്യുമ്പോഴുള്ള അവരുടെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഞങ്ങളൊരു പൊളിറ്റിക്കൽ കുടുംബമായതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെറിയ പ്രായത്തിലെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവരത് ഉൾക്കൊണ്ടുകൊണ്ടാണ് വന്നത്. എത്ര ഉൾക്കൊണ്ടാലും വൈകുന്നേരം സ്കൂളും വിട്ട് വരുമ്പോൾ സ്കൂളിലെ കഥകൾ പറയാൻ അവരുടെ അമ്മ അവിടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കാത്ത മക്കൾ ഉണ്ടാവില്ല. ടീച്ചറിന്റെ മക്കളും കൂടി ആവുമ്പോൾ പിന്നെ ഈ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ, അതാണ് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. അതെന്താണെന്ന് ചോദിക്കാനും അതിൽ സന്തോഷിക്കാനും അതിലവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കഴിയണം. അമ്മയാവുമ്പോൾ അതിനൊക്കെ കഴിയണം. പക്ഷേ അതെനിക്ക് പലപ്പോഴും കഴിയാത്തപ്പോൾ അതിന്റെ വിമിഷ്ടം എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ജില്ലയിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം അവരുടെ ആ ദൈനംദിന ജീവിതത്തിൽ മാറ്റത്തിന്റെ ഒരു ഘട്ടം, ഈ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് വരുന്ന ആ ഘട്ടത്തിൽ അവരുടെ വികാരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടത്ര സമയം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഖേദം അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിന് പകരം ഉണ്ടായിരുന്നു അവർക്ക്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായാലും പെങ്ങളായാലും എൻ്റെ അമ്മ
അവരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് നിന്നിരുന്നു. അപ്പോൾ അവർക്കതൊക്കെ അങ്ങനെ ആ ഷെയറിങ് നടന്നിട്ടുണ്ട്. പക്ഷെ നഷ്ടം എനിക്കാണ് കൂടുതൽ വന്നത്. എനിക്ക് ഈ മക്കള് ഇങ്ങനെ വളർന്നു വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ വേണ്ടത്ര അവരുടെ കൂടെ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ തീരെ ഇല്ലാതല്ല, ഞാൻ ഏത് ദിവസമാണോ വീട്ടിലുള്ളത് അന്ന് ഞങ്ങളെല്ലാം കൂടും, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, പറയും, അങ്ങനെ ചെയ്യും. അതുകൊണ്ട് അവർക്കൊരു അതിൻ്റെ വിദ്വേഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഇല്ല. അവരത് ഉൾക്കൊണ്ടു. അവർ രണ്ടുപേരും നല്ല രീതിയിൽ വളർന്നു വന്നു. അവരുടെ സ്വന്തം പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് രണ്ടുപേർക്കും ജോലി ലഭ്യമായി. എൻ്റെ രാഷ്ട്രീയ ജീവിതമായിട്ട് ഒരു തരത്തിലും അവരുടെ കരിയറിനെ ബന്ധപ്പെടുത്താൻ അന്നും തയ്യാറായിട്ടില്ല, ഇന്നും തയ്യാറല്ല. അതാ ടീച്ചർ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ടീച്ചർ നമ്മുടെ ഒരു ട്രെൻഡ്, മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ട്രെൻഡ് നമ്മുടെ ഇവിടെ ഉണ്ട്. ശരിക്കും അത്തരം ഒരു ട്രെൻഡ് വേണം ടീച്ചർ ഉറച്ച നിലപാടെടുത്തു. അതൊരു മാതൃകയാണ് സമൂഹത്തിന്. എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം? അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് മാഷുക്കും നിർബന്ധമുണ്ടായിരുന്നു, ഹസ്ബൻഡിനും നിർബന്ധമുണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ വേറെ ഏതെങ്കിലും ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നത് എന്താണ് കമ്മ്യൂണിസം ഒന്നും സോഷ്യലിസം ഒന്നും അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയാത്തതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ മക്കളോട് ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയെക്കുറിച്ചും പാർട്ടി ലക്ഷ്യമിടുന്നത് എന്താണ്, ആ പൊളിറ്റിക്സിനെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് മക്കളും ഇപ്പോഴും പാർട്ടിയാണ്. അതിൽ ചെറിയവൻ ഞങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ പാർട്ടി ബ്രാഞ്ചിൽ അംഗമാണ്. അത് ഒരു ലീഡർഷിപ്പിലേക്ക് ഇങ്ങനെ വരണം അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് വരണ്ട. അവരുടെ പാർട്ടി ജീവിതത്തിനിടയിൽ അവർ സ്വയം വർക്ക്, ഞങ്ങളൊക്കെ അങ്ങനെ വന്നവരാണല്ലോ, ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്നിട്ട് മേലെ ഇരുത്തിയവരല്ല. താഴെ ഘടകത്തിൽ നിന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ഓരോ ഘടകത്തിലേക്ക് മുന്നോട്ട് വന്നിട്ടാണ് അവസാനം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ എത്തുന്നത്. അത് ഒരു വ്യക്തിയുടെ അവരുടെ അഭിപ്രായമാണ്, അവര് സ്വീകരിക്കുന്നതാണ് ആ ലൈൻ. അപ്പൊ പക്ഷെ പാർട്ടിയിൽ നിന്ന് അകർന്നു പോകരുത് മക്കള്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാകണമെന്ന് ഞങ്ങള് ആഗ്രഹിച്ചിരുന്നു. മൂത്തയാള് ശോഭിത്തിന് അവിടെ അബുദാബിയിലായതുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ അവിടുത്തെ പുരോഗമന കലാസംഘടനകളുമായിട്ട് അവൻ ബന്ധപ്പെടുന്നുണ്ട്, അതിന് മീറ്റിങ്ങുകളെല്ലാം പോകുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും അവനെ കാണാൻ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വഴിമാറ്റി അബുദാബിയിലേക്ക് പോകാൻ തയ്യാറായാൽ അവനോടനെ ആദ്യം വിളിച്ചറിയിക്കുന്നത് അവിടുത്തെ സംഘടനാ പ്രവർത്തക അമ്മ വരുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും പരിപാടി അമ്മ വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ എടാ ഞാൻ ഒരു ദിവസത്തേക്കാണ് വരുന്നത്, നീ പറയണ്ടെന്ന് പറഞ്ഞാലും അവൻ പറയേ അത് ശരിയല്ല, അമ്മയുടെ ഒന്ന് പോകുന്നത് സംഘടനാ പ്രവർത്തകർ അറിയണ്ടേ എന്ന് പറഞ്ഞ് എന്തൊക്കെ ഒരു പരിപാടി സംഘടനേൻ്റെ അവിടെ ഉണ്ടാകും. അത്രയും ബോധം അവനുണ്ട്. അമ്മ വരുന്നത് ഞങ്ങളുടെ സ്വകാര്യ സ്വത്തായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പാർട്ടിയുടെ ആൾ എന്ന നിലയിൽ അമ്മ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് കിട്ടണം എന്ന ബോധം ശോഭിത്ത് കാണിക്കാറുണ്ട് എപ്പോഴും. അതാണ് അവൻ പറഞ്ഞതും. ലസിത് ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ബ്രാഞ്ചിൽ മെമ്പറാണ്. അവന് ജോലിയും കഴിഞ്ഞ് വന്ന് വൈകുന്നേരം പാർട്ടി പ്രവർത്തകരുടെ കൂടെ സ്ക്വാഡ് വർക്കും വീട് കയറാനും ഒക്കെ കൃത്യമായിട്ട് അവൻ പോകുന്നുണ്ട്. യുവജന സംഘടനയുടെ വലിയ സമ്മേളനത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ മേലത്തേക്ക് അവൻ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ പാർട്ടി വിചാരിച്ചാലും ഇന്നത്തെ ഒരു ജോലിയുടെ പ്രത്യേകത കൊണ്ട് കൂടുതൽ സമയം പ്രവർത്തിക്കണമല്ലോ, അങ്ങനെ വരാൻ പറ്റുന്നില്ല. പക്ഷെ ലോക്കൽ സമ്മേളനങ്ങളിലടക്കം അവൻ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ പാർട്ടിയാണ്. ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ടീച്ചറെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിൽ ഞാൻ ഏറ്റവും അധികം എനിക്ക് ഇൻസ്പയറിംഗ് ആയി തോന്നിയ ഒരു കാര്യം, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കൾ പറയുകയാണ്, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കും, അമ്മ തിരിച്ചു വിളിക്കും, അതിൽ ഞങ്ങളുടെ സകല പ്രശ്നവും അലിഞ്ഞില്ലാതാവും. അതെന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ആ ഒരു ബന്ധം അത് അന്നും ഇന്നും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ പഠിക്കുമ്പോഴായാലും ജോലി ചെയ്യുമ്പോഴായാലും വിവാഹിതരായതിനു ശേഷമൊക്കെ ഒരു ദിവസം പോലും ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും വിളിക്കാതിരുന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ അബുദാബിയിലുള്ളവനാണെങ്കിൽ എല്ലാ ദിവസവും എന്നെയും വിളിക്കും, അച്ഛനെയും വിളിക്കും. എന്നിട്ട് അവിടെ അവന്റെ കമ്പനിയിലുണ്ടായ കാര്യങ്ങളും അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും, അവൻ മാത്രമല്ല അവന്റെ വൈഫും അവന്റെ ഭാര്യ കുഞ്ഞുമോള്, അതെല്ലാ ദിവസവും രാത്രി ഈ വിളിച്ചിട്ടേ ഞങ്ങൾ കിടന്നുറങ്ങും. ഇന്നലെയല്ലേ വിളിച്ചതെന്ന് കരുതാറില്ല. എല്ലാ ദിവസവും വിളിക്കും. അവന്റെ ഭാര്യയും ഞാനും കൂടി സംസാരിക്കും, അതുപോലെ കുഞ്ഞുമോളുമായിട്ട് സംസാരിക്കും. ചിലപ്പോ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ 2 ദിവസമെല്ലാം കൂടുമ്പോൾ ചിലപ്പോ ഇതിൽ ഓൺലൈനിൽ കാണും, വീഡിയോ കോൾ ചെയ്തിട്ട് കാണും. നേരിട്ട് അടുത്തുനിന്ന് കാണും പോലെ തന്നെ സംസാരിക്കാമല്ലോ. അങ്ങനെയാണ്. ഇനി ഞാൻ വീട്ടിൽ രാത്രി നേരത്തെ എത്താത്ത ദിവസമാണ് ഫോണിലൂടെ മാത്രമായിട്ട് സംസാരിക്കുന്നത്. അതുപോലെ വീട്ടിൽ ലസിത് ഇവിടെ ഉണ്ട്. ലസിത്തിന്റെ ഭാര്യ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. മാഗി ഞാനും കുഞ്ഞുമോളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞങ്ങള് ലസിത് ഇവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാഗി ഒരു ദിവസം പോലും വിളിക്കാതിരിക്കില്ല. ഞങ്ങള് അവിടെ എന്തായി, അവിടെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് എന്താണ്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ 2 ആൺമക്കൾ മാത്രമല്ല 2 പെൺമക്കളും ഉണ്ട്. ആ പെൺമക്കളുടെയും ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കും. മൂത്തമകന്റെ ഭാര്യയും രണ്ടാമത്തവന്റെ ഭാര്യയും കുഞ്ഞുമക്കളും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട്
ഞങ്ങൾക്ക് ഒരിക്കലും അകലെയാണെന്ന് തോന്നാറില്ല. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ്. ടീച്ചർ, ഈ തിരക്കിനിടയിൽ എങ്ങനെയാണ് ഇതിന് സമയം ശരിക്കും കണ്ടെത്തുന്നത്? നമ്മൾ തിരക്കിനെ കുറിച്ച് പറയാറാണ് സാധാരണ പതിവ്. അതെ, ലേശം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം ചില ദിവസം രാവിലെ തുടങ്ങി രാത്രി വരെ പ്രോഗ്രാം ആയിരിക്കും. വളരെ ടയർഡായിട്ടാണ് കയറി വരിക. പക്ഷേ ഇവരെ വിളിക്കാതെ കിടന്നുറക്കം വരില്ല. അത് എത്ര പ്രയാസപ്പെട്ടിട്ടായാലും കോളിന്റെ ഡ്യൂറേഷൻ കുറക്കാറുണ്ട്. ചില ദിവസം വിളിച്ചിട്ട് മോനെ ബാക്കി നമുക്ക് നാളെ പറയാം, അമ്മ തീരെ ടയർഡാണോ, ഒന്ന് കിടക്കണം വേഗം എന്ന് പറയുന്നുണ്ടോ. ആ ശരി അമ്മ, നമുക്ക് നാളെ പറയാമെന്ന് പറയും. പക്ഷെ ഒരു ദിവസം പോലും അവരെ വിളിക്കാതെ കിടക്കാറില്ല. അങ്ങനെ കിടന്ന ഉറക്കം വരില്ല. ഇന്നെന്തായി അവിടെ എന്നുള്ളത് നമുക്കറിയില്ല. ചെറിയവനാണെങ്കിൽ ഇവിടെയുള്ള സമയത്ത് ഇരുന്ന് സംസാരിക്കും. അപ്പൊ തന്നെ ഞങ്ങള് ഒരുമിച്ച് കോൾ ചെയ്യും. അവന്റെ വൈഫും അവിടെയുണ്ട്. എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ തൃപ്തിയാവില്ല മനസ്സിന്. അത്ര ക്ഷീണമായാലും. ക്ഷീണം പോകാനുള്ള ഒരു വിദ്യയാണത്. ടീച്ചറിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതാണ് ടീച്ചറിന്റെ ഭർത്താവും. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കി. ആ ഒരു പിൻബലമല്ലേ ശരിക്കും ടീച്ചറിനെ ഇന്ന് കേരളത്തിന് സമ്മാനിച്ചത്, അല്ലേ? ഭർത്താവിന്റെ പിന്തുണ എന്ന് പറയുന്നത് 100% എനിക്ക് ലഭ്യമായിട്ടുള്ളൊരു വലിയ ഗുണമാണ്. എന്നാൽ കുട്ടികളെയൊക്കെ നോക്കി അദ്ദേഹം അവിടെ നിന്നു എന്ന് പറയുന്നത് 100% തെറ്റാണ്. എന്നെ പോലെ തന്നെയായിരുന്നു ഭാസ്കരേട്ടനും. കുട്ടികളെയൊന്നും ഞാൻ ശ്രദ്ധിക്കുന്ന അത്രയും ശ്രദ്ധിക്കാൻ ഭാസ്കരേട്ടന് കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായാലും കേന്ദ്ര കമ്മിറ്റി അംഗമായാലും വർക്ക് ലോഡ് ഒരേപോലെയാണ്. അത് മീറ്റ് ചെയ്യാൻ പോകുന്ന കമ്മിറ്റികളുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. ഭാസ്കരൻ ഇവിടെ ബ്രാഞ്ച് തല അടക്കം പോയി നേരിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള സഖാവാണ്. അപ്പോൾ രാവിലെ എന്നേക്കാൾ മുമ്പിൽ ഇറങ്ങിയാൽ ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ എത്തിയാലും ഭാസ്കരൻ എത്തിയിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും വർക്കാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയൊന്നും ഞങ്ങൾ രണ്ടുപേരുടെയും ശ്രദ്ധ മക്കൾക്ക് കിട്ടിയിട്ടില്ല. അതിന് പകരം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മ, മാഷിന്റെ അമ്മ, മാഷിന്റെ പെങ്ങൾ, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വൃത്താണ് ഈ കുട്ടികളെ ശ്രദ്ധിച്ചത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പുറത്തു പോകുന്നതിന് ഒരു സമൂഹം പൊതുവെ പുരുഷ മേധാവിത്വപരാണ് ഇപ്പോഴും. അതിന്റെ ഒരു ശേഷിപ്പ് കുടുംബങ്ങളിലുണ്ട്. വേണമെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കാം. നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, 2 കുട്ടികളില്ലേ, അവരെ നോക്കിയിട്ട് നീ ഇവിടെ നിൽക്കണം എന്ന് ഇന്ന് വരെ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു, ഹസ്ബൻഡിൽ നിന്നും കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചത് സമൂഹത്തിൽ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെയും ശ്രദ്ധ, പക്ഷെ ഭാസ്കരേട്ടൻ എന്നെക്കാൾ കൂടുതൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളെ ശ്രദ്ധിക്കുന്നതല്ല, വീട്ടുഭരണത്തിന്റെ കാര്യത്തിൽ. അത് ഇപ്പോഴും അങ്ങനെയാണ്. ഭാസ്കരേട്ടൻ ചെയ്യുന്ന ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റൂല. കൃത്യമായ ഒരു മാസം എത്രത്തോളം സാധനങ്ങൾ വേണം, ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണ്, വാട്ടർ ഇതിന്റെ എത്രയാണ്, ഈ ചെലവുകളെല്ലാം അതിന്റെ എല്ലാം ബഡ്ജറ്റ് ഭാസ്കരേട്ടൻ്റെ കയ്യിലാണ്. എനിക്കെന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടുന്നത് മാഷിൻ്റെ അടുത്ത് കൊടുക്കുക, എന്നിട്ട് അതുകൊണ്ട് മാഷുണ്ടാക്കുന്ന ബഡ്ജറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ള ശീലം. ചർച്ച ചെയ്യും ഞങ്ങൾ. ചിലവെല്ലാം കൂടുമ്പം പറയും, ഇതാ ഈ മാസം ഇത്രയും കൂടി ചെലവുണ്ട് കേട്ടോ എന്ന് പറയും. അതാണ്. അപ്പോൾ അത് എല്ലാം ഇന്നിപ്പം രാവിലെ ഞാൻ കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉള്ളവരാണ്. അപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് ഒരു 5-10 ആളുകൾ വാഴയ്ക്കും ഇതിനും ഒക്കെ പണിക്ക് പറമ്പത്തുണ്ട്, വയലിലും ഉണ്ട്. അപ്പോ രാവിലെ പറയും, ഇന്ന് ഇത്ര പണിക്കാരുണ്ട്, എനിക്കതിനെ പറ്റി ഒന്ന് പറയുമോ ചോദിക്കും. ഞാൻ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോ അവർക്ക് കൂലി കൊടുക്കണം. ഇതൊന്നും അതും കൂടി ഞാൻ ചിന്തിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഇത്ര സുഗമമാവില്ല. അതൊരു വസ്തുതയാണ്. ഭാസ്കരൻ രാഷ്ട്രീയ പ്രവർത്തനവും കുടുംബത്തിന്റെ ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയത്ത് മക്കളോടെല്ലാം ഉള്ള ഇന്ററാക്ഷൻ എൻ്റെ അത്ര പോലും ചിലപ്പോൾ വരില്ല. ഞങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് പറയുന്നതാണ് ശരി.